സ്പോട്ടിൽ ഇനി പരിശോധിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കെതിരായിട്ടുള്ള ഒരു വിവാദമാണ്, ഒരു പരാതിയാണ്. തിരക്കേറിയ സമയത്ത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി OP ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറെ ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ സംഭവമാണ് വിവാദമായിരിക്കുന്നത്. കുഴിനഖ വേദനയ്ക്കാണ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഡോക്ടറെ വിളിച്ചു വരുത്തിയത്. സംഭവത്തിൽ പ്രതിഷേധവുമായി ഡോക്ടർമാർ രംഗത്തെത്തി. ജില്ലാ കളക്ടർക്ക് ഫ്യൂഡൽ മനോഭാവമാണെന്നും ആരോഗ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകുമെന്നും KGMOയെ അറിയിച്ചു. അതായത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ സർജറി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടറെയാണ് DMOയെ കളക്ടർ ഓഫീസിൽ വിളിക്കുകയും ഒരു ഡോക്ടറെ അങ്ങോട്ട് വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ DMO സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് ജനറൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ വിവരം അറിയിക്കുകയും സൂപ്രണ്ടിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഡോക്ടർ പോകുന്നത്. അപ്പം നമുക്കിതിൽ പ്രതിഷേധം അറിയിക്കാനുള്ളത് ഒരു ഫ്യൂഡൽ മനോഭാവമാണ് ജില്ലാ കളക്ടർ ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരോട് കാണിച്ചത്. അതിൽ സംഘടനയ്ക്ക് ശക്തമായ പ്രതിഷേധവും അമർഷവുമുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, ഈ ഡോക്ടർമാർ ഉന്നയിക്കുന്ന പോലെ ആരോപിക്കുന്ന പോലെ ഒരു ഫ്യൂഡൽ മനോഭാവം തന്നെയാണ് നമുക്ക് ഈ ജില്ലാ കളക്ടറുടെ ഈ ഒരു സമീപനത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം വളരെ തിരക്കേറിയ സമയത്ത് നിരവധി രോഗികൾ ഈ ഡോക്ടർമാരെ കാണാൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു നിസാര കുഴിനഖ വേദനയുണ്ടെന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ആശുപത്രിയിൽ നിന്നും ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഇതെന്നാണ് ഈ സംഭവം ഉണ്ടായത്? ഈ വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ? ഡോക്ടർമാരുടെ തീരുമാനം എന്താണ്? പ്രതിഷേധവുമായി ഈ കളക്ടർക്കെതിരെ പ്രത്യക്ഷ സമരവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയാണോ ഡോക്ടർമാർ? കഴിഞ്ഞ ദിവസമാണ് ഈ പരാതിക്കിടയാക്കിയ സംഭവം ഉണ്ടാകുന്നത്. കളക്ടറുടെ ഓഫീസിൽ നിന്ന് ആശുപത്രി സൂപ്രണ്ട്, അതായത് ജില്ലാ മെഡിക്കൽ ഓഫീസറെ വിളിച്ചാണ് ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്ന കാര്യം ആവശ്യപ്പെടുന്നത്. തുടർന്ന് DMOയാണ് ജനറൽ ആശുപത്രി സൂപ്രണ്ടിനെ ഇക്കാര്യം അറിയിക്കുന്നത്. അങ്ങനെ ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞ അനുസരിച്ചാണ് ഈ ഡോക്ടർ കളക്ടറുടെ ഔദ്യോഗിക വസതിയിലെത്തുന്നത്. പക്ഷേ ഔദ്യോഗിക വസതിയിലെത്തിയിട്ടും കുറച്ച് അധിക സമയം കാത്തു നിൽക്കേണ്ടി വന്നു ഡോക്ടർക്ക്. തുടർന്ന് ഈ ജില്ലാ കളക്ടറെ കാണുന്ന സമയത്താണ് ഈ കുഴിനഖത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് അവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന കാര്യം വ്യക്തമായത്. എന്തായാലും ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായുള്ള തിരക്കറിയാം. അവധിക്കാലമാണ്, അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും OP വിഭാഗത്തിലേക്ക് വലിയ തരത്തിൽ തിരക്കുണ്ടാകുന്ന ദിവസമാണ്. അത്തരത്തിൽ തിരക്കുള്ള ഒരു ദിവസമാണ് ഈ ഡോക്ടറെ OPയിലുണ്ടായിരുന്ന ഡോക്ടറെ തന്നെ ജില്ലാ കളക്ടർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഈ കുഴിനഖത്തിൻ്റെ ചികിത്സയ്ക്കെന്ന പേരിൽ വരുത്തിയത്. പക്ഷേ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് KGMOയെ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സംഘടനകൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന് ഫ്യൂഡൽ മനോഭാവമാണ് എന്നാണ് അവർ പരസ്യ പ്രതികരണത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിലുള്ള അമർഷം അവർ സംഘടനയുടെ പേരിൽ തന്നെ അറിയിക്കുകയാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയും ഇക്കാര്യങ്ങൾ ധരിപ്പിക്കും. ഇത്തരത്തിലൊരു നിഷേധാത്മകമായ സമീപനം, വില കുറച്ച് കാണുന്ന സമീപനം ഡോക്ടർമാരോട് ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇതിനു മുമ്പും സമാനമായ തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നും ഡോക്ടർമാരുടെ സംഘടന തന്നെ വ്യക്തമാക്കുന്നു. എന്തായാലും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് അടക്കം പരാതി നൽകാനാണ് KGMOയുടെ തീരുമാനം. അതിനിടയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ വിശദീകരണവുമായി കളക്ടറുടെ ഓഫീസ് രംഗത്തെത്തിയിരുന്നു. അവിടെ നിന്ന് വ്യക്തമാക്കുന്നത് അധിക സമയം അങ്ങനെ കളക്ടർ ഓഫീസിലേക്ക് എത്തിയ ഡോക്ടറെ അധിക സമയം വൈകിപ്പിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ചർച്ചയിലായിരുന്നു. 5 മിനിറ്റ് മാത്രമാണ് ഡോക്ടർക്ക് പുറത്തു നിൽക്കേണ്ടി വന്നത് എന്നൊരു വിശദീകരണമാണ് അനൗദ്യോഗികമായി ജില്ലാ കളക്ടർ ഓഫീസിൽ ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏറ്റവും പക്ഷെ എങ്കിൽ പോലും ഡോക്ടറെ വിളിച്ചു വരുത്തിയത് ഒരു അധികാര ദുർവിനിയോഗമായി തന്നെ കാണണം ഡാൻ. കാരണം നമുക്കറിയാം ഈ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും IPS IAS ഉദ്യോഗസ്ഥർ നിരവധിയുള്ള തലസ്ഥാനത്ത് ഇതിനു മുൻപ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ നായയെ ഒരു കീഴ് ജീവനക്കാരനെ കൊണ്ട് പോലീസുകാരനെ കൊണ്ട് കുളിപ്പിച്ച സംഭവമൊക്കെ വലിയ വിവാദമായതാണ്. പിന്നീട് അത്തരം സംഭവങ്ങൾ പലപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ അവരുടെ കീഴുദ്യോഗസ്ഥരുണ്ട്, കീഴ് ജീവനക്കാരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നു എന്ന രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമൊക്കെ ഈ IPSകാരുടെ ഇടയിൽ നിന്ന് പോലീസ് ഉന്നതരുടെ ഭാഗത്തു നിന്നൊക്കെ വന്നതാണ്. അത്തരം പരാതികളൊക്കെ അവർക്കെതിരെ വന്നതാണ്. പക്ഷേ ഒരു കളക്ടർക്കെതിരെ ഇത്തരം ഒരു ആരോപണം സമീപകാലത്ത് ആദ്യമാണ്. ഈ വിഷയത്തിൽ ഈ കളക്ടറുടെ ഓഫീസ് വിശദീകരണം നൽകുന്ന പോലെ അങ്ങനെ ഒരു നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒരു വിഷയമാണോ, കേസാണോ, സംഭവമാണോ ഇത്?
ഇതിൽ കുഴിനകം ഉണ്ടായിരുന്നു എന്ന കാര്യം വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നമായിരുന്നു അത് എന്നതും വസ്തുതയാണ്. അത് അധികാര ദുർവിനിയോഗമാണോ സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ കൃത്യമായ വിലയിരുത്തലുകൾ, വിശദീകരണങ്ങൾ അതിന് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ KGMOയെ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വലിയ തരത്തിൽ തിരക്കുണ്ടായിരുന്ന ഒരു ദിവസം OPയിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ചികിത്സകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരു ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തിയതാണ് അവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കളക്ടറുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നടപടി ഉണ്ടായത് ഏത് തരത്തിലായിരിക്കും, അത് ചട്ടലംഘനമാണോ അല്ലെങ്കിൽ നിയമവിരുദ്ധമാണോ എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഈ കുഴിനകത്തിന് ചികിത്സ തേടി, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ കൃത്യമായ വസ്തുതയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത്തരമൊരു നടപടി തിരക്കേറിയ സമയത്ത് ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തി. അത് അങ്ങനെ ഈ ഒരു ജില്ലാ കളക്ടർക്ക് വീട്ടിലേക്ക് ഈ ഡോക്ടറെ വിളിച്ചു വരുത്താനുള്ള ഒരു വകുപ്പുണ്ടോ? പ്രത്യേകിച്ച് ഒരു സർക്കാർ ഡോക്ടറെ വിളിച്ചു വരുത്താനുള്ള വകുപ്പുണ്ടോ? ഈ കളക്ടർക്ക് തിരക്കുള്ള വ്യക്തിയാണ്, ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോയി ചികിത്സ തേടാം. ആ ഒരു കാര്യം തന്നെയല്ലേ ഈ ഡോക്ടർമാരുടെ സംഘടന KGMOയും ഉന്നയിക്കുന്നത്? സ്വാഭാവികമായി അത്തരത്തിലുള്ള സാധ്യതകൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഔദ്യോഗികമായ തിരക്കുകൾ കാരണമാണ് ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് കളക്ടർ ഓഫീസിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതിൽ എന്ത് തരത്തിലാണ്, എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന കാര്യം ഇനി കൃത്യമായ പ്രതികരണങ്ങളോടെ പുറത്തു വരണം. പക്ഷേ KGMO ഉൾപ്പെടെ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന കാര്യം ഡോക്ടർമാരെ വില കുറച്ച് കാണുന്ന തരത്തിലുള്ളൊരു നീക്കമാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതോടൊപ്പം തന്നെ അവിടെ എത്തിയ ഡോക്ടറെ വൈകിപ്പിക്കുന്ന തരത്തിൽ, അതായത് അവിടെ ഏറെ നേരം കാത്തു നിൽക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാട് കൂടി KGMOയെ വ്യക്തമാക്കുന്നു. എന്തായാലും ഡോക്ടർമാരോടുള്ള കടുത്ത അവഗണനയായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഈ പരാതിയുമായി ആരോഗ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും സമീപിക്കാനുള്ള നീക്കം നടത്തുന്നത്. അത് അങ്ങനെ ഈ ആരോഗ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും ഇവർ സമീപിക്കുന്നു കളക്ടർക്കെതിരെ പരാതിയുമായി. ഏത് രീതിയിലുള്ളൊരു നടപടി വേണമെന്നാണ് ഈ ഡോക്ടർമാരുടെ സംഘടനയുടെ ആവശ്യം? കളക്ടർക്കെതിരെ ഒരു കടുത്ത നടപടി വേണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ടോ ഡാൻ? സ്വാഭാവികമായി അത്തരമൊരു നീക്കം ഇനി ഉണ്ടാകാൻ പാടില്ല, ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന കാര്യങ്ങളാണ് മുമ്പോട്ട് വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഏത് തരത്തിലുള്ള നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന കാര്യമൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അവർ പ്രതിഷേധം അറിയിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കളക്ടറുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പെരുമാറ്റമാണ് ഉണ്ടായത്. അതിലുള്ള പ്രതിഷേധം അവർ വ്യക്തമാക്കുന്നു എന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ടോം, ഞാൻ സാധാരണ ഈ കളക്ടർ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ ഒരു സമീപനം എങ്ങനെയാണ്? ഇങ്ങനെ ഈ കീഴ് ഉദ്യോഗസ്ഥരെയൊക്കെ ഇതേ രീതിയിലൊരു അടിമത്ത മനോഭാവത്തോടെ കാണുന്നൊരു ഒരു സമീപനമുള്ള ഒരു വ്യക്തിയാണോ? അത്ര ഇതിനു മുൻപ് ഇതേ രീതിയിലുള്ള ഒരു ആരോപണം ഇദ്ദേഹത്തിനെതിരെ മുൻപ് ഉയർന്നിട്ടുണ്ടോ? അദ്ദേഹം സാധാരണയായി ആരെങ്കിലും ഫോണിൽ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എന്നൊരു പരാതി വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് തരത്തിലാണ് മറ്റുള്ളവരോട് ഇടപെടുന്നത് എന്ന കാര്യം നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പലപ്പോഴും ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും അദ്ദേഹം ഫോൺ എടുക്കാറില്ല. അപ്പോൾ അദ്ദേഹം ഏത് തരത്തിലാണ് മറ്റുള്ളവരോട് ഇടപെടുന്നതെന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ ഒരു പരാതി വ്യാപകമായിട്ടുണ്ട്, ജില്ലാ കളക്ടറെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാറില്ല എന്ന തരത്തിൽ. അത് ഈ ഒരു ആക്ഷേപത്തിന് പിന്നാലെ ആ ഒരു പരാതിയുടെ ആക്കം കൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇത്തരം ഒരു ആരോപണം ഉയർന്നതിന് പിന്നാലെ അദ്ദേഹം നേരിട്ട് അത്തരത്തിൽ ഒരു സമീപനമല്ല ഉണ്ടായത്. അധിക നേരം ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ വിളിച്ച് ഡോക്ടറെ നിർത്തിയിട്ടില്ല എന്ന വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പും ഇതിനേക്കാൾ തിരക്കേറിയ സമയത്തൊക്കെ തിരുവനന്തപുരത്ത് കളക്ടർമാരായിട്ടിരുന്ന ആളുകൾ മാധ്യമപ്രവർത്തകരുമായും അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലെ നാനാതലങ്ങളിലുള്ളവരുമായി വ്യക്തിപരമായി ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. പ്രശ്ന സാഹചര്യങ്ങളിലൊക്കെ നേരിട്ട് അവരെ ഫോണിൽ വിളിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്ത ആളുകളായിരുന്നു. അത്തരമൊരു സമീപനമല്ല നിലവിൽ തിരുവനന്തപുരത്തെ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന ഒരു പൊതു സംസാരമാണ് ഇപ്പോൾ ഇതിന് പിന്നാലെ ഉടലെടുത്തിരിക്കുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർമാരുടെ സംഘടന KGMOയെ ഉന്നയിച്ചതുപോലെ ജില്ലാ കളക്ടറുടെ ഒരു ഫ്യൂഡൽ മനോഭാവം തന്നെയാണ്. കാരണം ഈ രീതിയിൽ തിരക്കേറിയ സമയത്ത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി OP ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറെ തനിക്ക് കുഴിനഖ വേദനയുണ്ട് എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ, സാധാരണക്കാരായ രോഗികൾ ആശുപത്രിയിൽ ക്യൂ നിൽക്കുന്ന സമയത്താണ് ഡോക്ടറെ കളക്ടറുടെ വീട്ടിലേക്ക്, വസതിയിലേക്ക് വിളിച്ചു വരുത്തിയ സംഭവത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ഡോക്ടർമാരുടെ സംഘടന. കളക്ടർക്കെതിരെ ആരോഗ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകുന്നുണ്ട്.